പ്രകൃതി സംരക്ഷണ സമിതി നേതാവായ എൻ ബാദുഷ ചേരുന്നു നമ്മളോടൊപ്പം. ശ്രീ ബാദുഷ, മുട്ടിൽ മരംമുറി കേസുകളിലെ വിവിധ തരത്തിലുള്ള അട്ടിമറികൾ നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മുട്ടിൽ മരംമുറി കേസുകളിലെ റവന്യൂ റിക്കവറി നടപടികളും മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് മേപ്പാടി ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഈ നടപടികളൊക്കെ നിർത്തിവെച്ചു എന്നാണ് വിവരാവകാശ പ്രകാരം ലഭിക്കുന്ന മറുപടി. അട്ടിമറി നടത്തുന്നു, ഗൂഢാലോചന നടത്തുന്നു, അതിനുശേഷം ഒരു കുറ്റകൃത്യം നടത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു റവന്യൂ റിക്കവറി നടപടികൾ പോലും മൊറട്ടോറിയത്തിന്റെ പേരിൽ, മേപ്പാടി ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൊറട്ടോറിയത്തിന്റെ പേരിൽ ആ നടപടികളും മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അതായത് മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളും എല്ലാം അട്ടിമറിക്കപ്പെടുകയാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യം വന്നൊരു കാര്യമാണ്. അന്നു മുതലേ പരിസ്ഥിതി പ്രവർത്തകർ മാത്രമല്ല, ഇതിനെ കുറിച്ച് ആശങ്കയുള്ള എല്ലാ ആൾക്കാരും അത് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സമീപകാലത്തായിട്ട് കേരളത്തിൽ നടന്നു വരുന്നത് ഇത്തരത്തിലുള്ളതായ എല്ലാ ബഹുജന അഭിപ്രായങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളതായ കള്ളന്മാരെയും കൊള്ളക്കാരെയും മാഫിയകളെയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണുള്ളത്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് റവന്യൂ റിക്കവറി അടക്കമുള്ള എല്ലാ നടപടികളും അവർ നിർത്തിവെച്ചത്. അതുമാത്രമല്ല, ഇതിന്റെ 53 കേസുകളിൽ ഈട്ടിമരങ്ങൾ കണ്ടുകെട്ടി സർക്കാരിൽ മുതൽ കൂട്ടുന്നതിന് വേണ്ടി അന്നത്തെ DFO ആയിരുന്ന സജന കരീം കൊടുത്തിട്ടുള്ള ശുപാർശ സ്റ്റേ ചെയ്തിട്ട് അതിനെതിരായി കേരളത്തിന്റെ GP അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഒരു അപ്പീൽ പോലും കൊടുക്കാൻ ഇന്നവരെ തയ്യാറായിട്ടില്ല. അതങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഈ സാഹചര്യത്തിൽ വാസ്തവത്തിൽ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഖേദകരമായ, വളരെ വേദനാജനകമായ സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള മാഫിയകളിൽ നിന്നും കിട്ടേണ്ട, കൊള്ളക്കാരിൽ നിന്നും കിട്ടേണ്ട പണം നടപടി നിർത്തിവെച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് നീതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സാധാരണക്കാർക്കും കർഷകർക്കും ആദിവാസികളും സർക്കാരിൽ കൊടുക്കാനുള്ള ചെറിയ പണത്തിന് പോലുമുള്ള റവന്യൂ റിക്കവറി നടപടികൾ വയനാട്ടിൽ ഉടനീളം നടന്നു വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ളതായ വലിയ ഒരു മാഫിയ സംഘത്തിന്റെ കോടാനുകോടി ഉറുപ്പിക ചെലവഴിച്ച് ചാനലുകളും മറ്റും നടത്തുകയും ഇപ്പോഴും ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ആയി നടക്കുകയും ചെയ്യുന്ന ഒരു സംഘത്തിന്റെ എതിരായുള്ള റവന്യൂ റിക്കവറി നടത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം, റവന്യൂ മന്ത്രിയും ആ റവന്യൂ മന്ത്രി തന്നെയാണല്ലോ വാസ്തവത്തിൽ 2020 ഈ ഉത്തരവ്, അതായത് അന്നത്തെ റവന്യൂ സെക്രട്ടറി ആയിരുന്ന ജയതിലകാണല്ലോ അങ്ങനെ ഒരു ഉത്തരവ്, ആ മരമുറിക്ക് ആധാരമായിട്ടുള്ള അവ്യക്തമെന്ന് തോന്നിക്കുന്ന വളരെ ബോധപൂർവമായ ഗൂഢാലോചനാപരമായ ഉത്തരവിറക്കിയത്. അതിന്റെ മറവിലാണല്ലോ ഈ മരമുറി നടന്നത്. എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് റവന്യൂ ഭരണത്തിന്റെ റവന്യൂ സംവിധാനത്തിന്റെ തലവനാണല്ലോ ജില്ലകളിൽ കലക്ടർ. അവരെയും കൂടി സ്വാധീനിച്ചുകൊണ്ടാണ് മരമുറി നടത്തിയത്. അപ്പൊ അവരിത്തരത്തിലുള്ള എല്ലാ കുൽസിത ശ്രമങ്ങളും നടക്കും. അതിനെതിരെ പ്രതികരിക്കുക, ബഹുജനാഭിപ്രായങ്ങൾ ധ്രുവീകരിക്കുക, കോടതി നടപടികളിലേക്ക് പറ്റുമെങ്കിൽ സാധ്യമാവുമെങ്കിൽ പോവുക, അതൊക്കെയാണ് അതിന്റെ ചെയ്യാവുന്ന കാര്യം. അതിനെപ്പറ്റിയാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.